ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ബയോളജി ക്ലാസ്. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിലെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പ്ലാന്റ് ലൈഫ് സൈക്കിൾസ് ആൻഡ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. ഇതാണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്. അപ്പോൾ നമ്മൾ വിവിധ പ്ലാന്റ് ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പംസ് ആൻഡ് ആൻജിയോസ്പംസ്. അപ്പോൾ ഈ പ്ലാന്റ് ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഒരു ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ കാണാം. അപ്പോൾ എന്താണ് ഈ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്ലാന്റ് ലൈഫ് സൈക്കിൾസിലുള്ള ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അതിന് മുമ്പായിട്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഗാമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ് എന്ന് നമുക്ക് നോക്കാം. In plants, two types of plant bodies are identified. They are haploid plant body and diploid plant body. The haploid plant body is the gametophytic plant body and the diploid plant body is the sporophytic plant body. The gametophytic plant body is the gamete producing plant body and the sporophytic plant body is the spore producing plant body. അപ്പോൾ പ്ലാന്റ്സിൽ രണ്ട് തരത്തിലുള്ള പ്ലാന്റ് ബോഡി കാണാം. ഒന്ന് ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണ്, രണ്ടാമത്തത് ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണ്. ഈ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണ് ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. ഈ ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ് ഗാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി അത് ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണ്. ഈ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിയോസിസിന് ശേഷമാണ്. What are the haploid and diploid condition? അപ്പോൾ എന്താണ് ഹാപ്ലോയിഡ്, എന്താണ് ഡിപ്ലോയിഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. So in plants, haploid and diploid plant bodies are present. അപ്പോൾ പ്ലാന്റ്സിൽ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി ഉണ്ട്, ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ഉണ്ട്. The haploid plant body is made up of haploid cells and the diploid plant body is made up of diploid cells. അപ്പോൾ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഹാപ്ലോയിഡ് സെൽസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. എന്നാൽ ഡിപ്ലോയിഡ് സെൽസ് കൊണ്ടാണ് പ്ലാന്റ് ബോഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിനെ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഹാപ്ലോയിഡ് സെല്ല്, അതുപോലെ തന്നെ ഡിപ്ലോയിഡ് സെല്ല് എന്ന് നമുക്ക് നോക്കാം. ഇൻ ഹാപ്ലോയിഡ് സെൽ സിംഗിൾ സെറ്റ് ഓഫ് ക്രോമോസോംസ് ആർ പ്രസന്റ് ഇൻ ദിയർ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിൽ സിംഗിൾ സെറ്റ് ക്രോമോസോമേ ഉണ്ടായിരിക്കുള്ളൂ. അത്തരത്തിലുള്ള സെല്ലിനെയാണ് നമ്മൾ ഹാപ്ലോയിഡ് സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു ഹാപ്ലോയിഡ് സെല്ല് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ന്യൂക്ലിയസിൽ 3 ക്രോമോസോംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ 3 ക്രോമോസോംസ് പെയർഡ് കണ്ടീഷൻ അല്ല, സിംഗിൾ ആണ്. അങ്ങനെ സിംഗിൾ ആയിട്ടുള്ള 3 ക്രോമോസോംസ് ആണ് ഉള്ളത്. ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ അത് ഹാപ്ലോയിഡ് ആണ്. ഇനി നോക്കുക, അടുത്തൊരു ഡിപ്ലോയിഡ് സെല്ല്. ഇൻ ഡിപ്ലോയിഡ് സെൽ ഡബിൾ സെറ്റ് ഓഫ് ക്രോമോസോംസ് ആർ പ്രസന്റ്. അപ്പോൾ പെയർഡ് ആയിട്ടാണ് ക്രോമോസോംസ് ഡിപ്ലോയിഡ് സെല്ലിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ അല്ലേ ഒരു പെയർ ഇവിടെ കാണാം, അടുത്ത ഒരു പെയർ ഇവിടെ കാണാം, ഇത് മറ്റൊരു പെയറാണ്. ഇങ്ങനെ 3 പെയറായിട്ടാണ് ക്രോമോസോംസ് ഉള്ളത്. സോ ടോട്ടൽ 6 ക്രോമോസോംസ് ആർ പ്രസന്റ്. അപ്പോൾ നോക്കുക, ഇവിടെ 3 ക്രോമോസോം, ഇവിടെ 6 ക്രോമോസോം. ഓക്കെ, ഇത് സിംഗിൾ സെറ്റ് ക്രോമോസോം ആണ്, ഇത് ഡബിൾ സെറ്റ് ക്രോമോസോം ആണ്. അപ്പോൾ ഡബിൾ സെറ്റ് ക്രോമോസോം ആണെങ്കിൽ അത് ഡിപ്ലോയിഡ് ആണ്, എന്നാൽ സിംഗിൾ സെറ്റ് ക്രോമോസോം ആണെങ്കിൽ ഹാപ്ലോയിഡും ആണ്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ ക്രോമോസോം നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ ഹാപ്ലോയിഡ് സെൽസിൽ 23 ക്രോമോസോംസ് ആണ് ഉണ്ടാവുക. അത് പെയർഡ് കണ്ടീഷനിലല്ല. എന്നാൽ ഡിപ്ലോയിഡ് സെൽസിൽ 46 ക്രോമോസോംസ് ഉണ്ടാവും. കാരണം 23യുടെ അല്ലേ ഒരു സെറ്റ് കൂടി ഉണ്ടാവുന്ന അർത്ഥം അല്ലേ. ഈ രീതിയിൽ അത് പെയർഡ് കണ്ടീഷനിലായിരിക്കും. എന്നാൽ അതിന്റെ സിംഗിൾ സെറ്റേ ഉണ്ടാവുള്ളൂ ഇതിൽ, ഹാപ്ലോയിഡ് സെൽസിൽ. ഈ രീതിയിലാണ് ഹാപ്ലോയിഡ് സെൽസും അതുപോലെ തന്നെ ഡിപ്ലോയിഡ് സെൽസും. അപ്പോൾ ഇത്തരത്തിലുള്ള ഹാപ്ലോയിഡ് സെൽസ് കൊണ്ടാണ് പ്ലാന്റ് ബോഡി എങ്കിൽ അതിനെ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി എന്ന് പറയും. എന്നാൽ ഡിപ്ലോയിഡ് സെൽസ് കൊണ്ടുള്ള പ്ലാന്റ് ബോഡി ആണെങ്കിൽ അത് ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആയിരിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് മൈറ്റോസിസ്? ഇനി എന്താണ് മൈറ്റോസിസ് എന്ന് നോക്കാം. പ്ലാന്റ് ലൈഫ് സൈക്കിൾ പഠിക്കുമ്പോൾ മൈറ്റോസിസിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കണം. ദ മൈറ്റോസിസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സെൽസ്. അപ്പോൾ ഹാപ്ലോയിഡ് സെൽസിലും അതുപോലെ തന്നെ ഡിപ്ലോയിഡ് സെൽസിലും എന്ത് നടക്കും? മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ അല്ലെ. മൈറ്റോസിസ് എന്താണ്? സെൽ ഡിവിഷൻ ആണ്.
അപ്പോൾ ഈ മൈറ്റോസിസ് വഴി ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അല്ലെ പുതിയ 2 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്താൽ ഇതിലുള്ള ക്രോമോസോം നമ്പർ പാരന്റ് സെല്ലിൽ എത്രയാണോ അത്രയും ക്രോമോസോം നമ്പർ ആയിരിക്കും. അപ്പോൾ പാരന്റ് സെല്ലിലെ അതേ ക്രോമോസോം നമ്പർ ആണ് ഏതിൽ കാണുന്നത്? ഡോട്ടർ സെൽസിൽ കാണുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ഡിവിഷൻ ഈസ് ഇക്വേഷണൽ ഡിവിഷൻ. അപ്പോൾ ഇതെന്താണ്? ഇക്വേഷണൽ ഡിവിഷൻ ആണ്. അതായത് തുല്യമായിട്ട് ഉള്ള ക്രോമോസോം നമ്പർ ആണ് കാണാൻ നടത്തുന്നത്. അപ്പോൾ ഹാപ്ലോയിഡ് സെല്ല് മൈറ്റോസിസിന് വിധേയമായാൽ 2 ഹാപ്ലോയിഡ് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ ഡിപ്ലോയിഡ് സെല്ലിൽ മൈറ്റോസിസ് നടന്നാലോ 2 ഡിപ്ലോയിഡ് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ മൈറ്റോസിസ്. അപ്പോൾ ഇങ്ങനെ ഹാപ്ലോയിഡ് സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഹാപ്ലോയിഡ് ഗമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിപ്ലോയിഡ് സെല്ല് അഥവാ സൈഗോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മിയോസിസ്? ഇനി എന്താണ് മിയോസിസ് എന്ന് നോക്കാം. അപ്പോൾ പ്ലാന്റ് ലൈഫ് സൈക്കിൾ പഠിക്കുമ്പോൾ മിയോസിസിനെ പറ്റിയും ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. In meiosis, the diploid cell divides and produce haploid cells. അപ്പോൾ ഡിപ്ലോയിഡ് സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ ഈ സെല്ല് നോക്കാം, ഇതിൽ 6 ക്രോമോസോംസ് കാണും. ദിസ് ഈസ് ദ ഡിപ്ലോയിഡ് കണ്ടീഷൻ. പെയ്ഡ് ക്രോമോസോം ആണ്. നോക്കാം, ഓരോന്നും അല്ലേ പെയ്ഡ് ആണ്. ദെൻ ഇറ്റ് ഡിവൈഡ്സ് ആൻഡ് പ്രൊഡ്യൂസ് 4 ഹാപ്ലോയിഡ് സെൽസ്. 4 ഹാപ്ലോയിഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓരോ സെല്ലിലെയും ന്യൂക്ലിയസിലെ ക്രോമോസോം നോക്കൂ, 3 ക്രോമോസോംസേ ഉള്ളൂ. ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് എ റിഡക്ഷൻ ഡിവിഷൻ. അപ്പോൾ മിയോസിസ് എന്താണ്? ഒരു റിഡക്ഷൻ ഡിവിഷൻ ആണ്. ക്രോമോസോം നമ്പർ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. Then in meiosis 4 haploid cells are produced. അപ്പൊ മിയോസിസ് നടന്നപ്പോൾ അല്ലെ 4 സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതും മിയോസിസിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി മൈറ്റോസിസ് നോക്കൂ. മൈറ്റോസിസിൽ അല്ലെ ഡോട്ടർ സെൽസിലെയും പാരന്റ് സെൽസിലെയും ക്രോമോസോം നമ്പർ ഈക്വൽ ആയിരുന്നു. അല്ലെ ഇക്വേഷണൽ ഡിവിഷൻ ആണ്. അവിടെ ക്രോമോസോം നമ്പർ റെഡ്യൂസ് ചെയ്യുന്നൊന്നുമില്ല. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ക്രോമോസോം നമ്പർ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഇനി മൈറ്റോസിസിൽ 2 ഡോട്ടർ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ മിയോസിസിലോ 4 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് ലൈഫ് സൈക്കിളിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മിയോസിസ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്ന് ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സിന്റെ ലൈഫ് സൈക്കിളിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് കാണും. സോ വാട്ട് ഈസ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്? The haploid gametophytic plant body and the diploid sporophytic plant body are alternating in the life cycles of plants is called the alternation of generations. അപ്പോൾ പ്ലാന്റ്സിന്റെ ലൈഫ് സൈക്കിളിൽ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയും ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയും ആൾട്ടർനേറ്റ് ചെയ്ത് വരുന്നത് കാണാം. ഒന്നിടവിട്ട് വരുന്നത് കാണാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് നമുക്ക് ഈ ഡയഗ്രാം വെച്ചൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഈ കാണിച്ചിരിക്കുന്നു. ഇത് ഹാപ്ലോയിഡ് ആണ്. ഈ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി മൈറ്റോസിസ് വഴി ഗാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഗാമറ്റ്സും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഇനി ഈ ഗാമറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അങ്ങനെ സൈഗോട്ട പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സൈഗോട്ട എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. And this diploid zygote divides mitotically and produce the diploid sporophytic plant body. ഈ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ മിയോസിസ് നടക്കുന്നു. മിയോസിസ് നടന്ന സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പോർസ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. കാരണം മിയോസിസ് ആണ് നടക്കുന്നത്. ഈ സ്പോർസ് പിന്നീട് ജെർമിനേറ്റ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, വീണ്ടും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. So in the life cycle you can see the gametophytic plant body and the sporophytic plant body are alternating. അല്ലേ? ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി കഴിഞ്ഞാൽ പിന്നെ സ്പോറോഫൈറ്റ്, പിന്നെ വീണ്ടും ഗാമറ്റോഫൈറ്റ്. അപ്പൊ ഈ രീതിയിൽ 2 പ്ലാന്റ് ബോഡി ആൾട്ടർനേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇതാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്.
So different types of alternation of generations are found in different plant groups and individuals also. അപ്പോൾ വ്യത്യസ്ത പ്ലാന്റ് ഗ്രൂപ്പിൽ വ്യത്യസ്ത തരത്തിലുള്ള ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ആണ് കാണുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റ് ഗ്രൂപ്പിലും കാണുന്ന ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ഡിഫറെൻ്റ് ആണ്. ചില ഇൻഡിവിജ്വൽസിലും ഇതിന് വ്യത്യാസം കാണാം. അപ്പോൾ ആൽഗെ എന്ന ഗ്രൂപ്പിൽ തന്നെ അതിലെ ചില ഇൻഡിവിജ്വൽസിന് വ്യത്യസ്തമായ ലൈഫ് സൈക്കിൾസ് കാണാൻ പറ്റും. And what are the different types of life cycles? So first one, that is haplontic life cycle, and second one, that is diplontic life cycle, and third one is haplodiplontic life cycle. ഇങ്ങനെ 3 ടൈപ്പ് ലൈഫ് സൈക്കിൾസ് കാണാം: ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക് ആൻഡ് ഹാപ്ലോഡിപ്ലോണ്ടിക്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.